ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് RRB JEE എക്സാമിന് വേണ്ടി മാത്സ് റീസണിങ് ഈ രണ്ട് ടോപ്പിക് എങ്ങനെ പഠിക്കണം, അതുപോലെ ഈ രണ്ട് സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം എക്സാമിന്റെ പാറ്റേൺ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. RRB JEE എക്സാം എഴുതുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ എക്സാമിന്റെ പാറ്റേൺ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ മാത്സിന്റെ സിലബസ് അറിയണം, അതുപോലെ മാത്സിന്റെ കഴിഞ്ഞ എക്സാമിന് ടോപ്പിക് വൈസ് വെയിറ്റേജ് നമ്മൾ അറിയണം, അതുപോലെ തന്നെ റീസണിങ്ങിന്റെയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ മാത്സ് റീസണിങ് ഇതെങ്ങനെ പഠിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുഴുവനായും കാണുക വീഡിയോ, എന്നാൽ മാത്രം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മളെ എക്സാം പാറ്റേൺ നോക്കിയാൽ എല്ലാവർക്കും അറിയാം. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, പിന്നെ DV ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ക്ലിയർ? അപ്പോൾ രണ്ട് എക്സാമാണ് നമുക്കുള്ളത്, CBT 1ഉം CBT 2ഉം. അതിൽ തന്നെ നമ്മുടെ മാത്സ് റീസണിങ് വരുന്നതിലാണ് CBT 1ൽ മാത്രമാണ്. ക്ലിയർ? പക്ഷേ 1ൽ മാത്രം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ മാത്സും റീസണിങ്ങും എന്താ സിമ്പിളായി കാണരുത്. CBT 1 നോക്കിയാൽ നമ്മൾ സിലബസ് നോക്കിയേ, സിലബസിൽ ഇത്രയാണുള്ളത്. ഇത്ര 100 ക്വസ്റ്റിന് 90 മിനിറ്റ് ആണുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ മാത്സ് റീസണിങ് നോക്കിയേ, മാത്സും റീസണിങ്ങും മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് 30 മാർക്ക് മാത്സിനാണ്, റീസണിങ് 25 മാർക്ക്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 100 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. അതിൽ തന്നെ മാത്സ് റീസണിങ് കൂടി എത്രയാണ് നോക്കിയേ, 55 മാർക്ക്. 30ഉം 25 മാർക്കുമാണ് ഉള്ളത്. നമ്മൾ അതുപോലെ NTPC CBT 2 നോക്കിയാൽ നമുക്ക് എന്താ മാത്സ് റീസണിങ് ഇല്ല, അവിടെ മറ്റ് ടോപ്പിക്കാണ് ഉള്ളത്. ക്ലിയർ? CBT 1ൽ മാത്രമാണ് നമുക്ക് ഈ മാത്സ് റീസണിങ് ഉള്ളത്. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ CBT 1ന്റെ കട്ട് ഓഫ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഏതാണ്ട് 70 മുതൽ 80 വരെയാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ പോസ്റ്റിന് അനുസരിച്ചും കട്ട് ഓഫ് വ്യത്യാസം ഉണ്ട്. ഇവിടെ നോക്കിയേ, ചെന്നൈൻ്റെ കട്ട് ഓഫ് ആണ് കാണിച്ചിട്ടുള്ളത്. 78 ഉണ്ട്, 70 ഉണ്ട്, 69 ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് 70-80 റേഞ്ചിലാണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത്. ക്ലിയർ? അപ്പോൾ 80 വാങ്ങിയാൽ നമുക്ക് എല്ലാ പോസ്റ്റിലേക്കും എലിജിബിൾ ആയിരിക്കും. ക്ലിയർ? അതുപോലെ നമ്മുടെ തിരുവനന്തപുരം നോക്കിയാൽ 64 മുതൽ 72 വരെ ഉണ്ട് കട്ട് ഓഫ്. അതുപോലെ ഇത് നമ്മുടെ ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂർ നോക്കിയേ എത്രയാണ്, 59 മുതൽ ഒരു എത്രയാ 74 വരെയാണ് ഇതിന്റെ കട്ട് ഓഫ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് CBT 1ന്റെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാ, ഒരു 70 മുതൽ 80 വരെയാണ് നമുക്ക് കട്ട് ഓഫ് റേഞ്ച് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ മാത്സും റീസണിങ് കൂടി നമുക്ക് CBT 1ന് എത്ര മാർക്കാണ്, 30. മാത്സ് എന്ന് പറയുന്നത് 30 മാർക്കാണ്, റീസണിങ് 25 ആണ്. സോ ടോട്ടൽ 55 മാർക്ക് നമുക്ക് മാത്സും റീസണിങ്ങും മാത്രമാണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ കാണിച്ചില്ല, ബാംഗ്ലൂരൊക്കെ നോക്കി എത്രയാ 58-60 ഒക്കെ മാർക്ക് ചില പോസ്റ്റിനുണ്ട്. ക്ലിയർ? എല്ലാ പോസ്റ്റ് 80 ഒക്കെ നിങ്ങൾ കട്ട് ഓഫ് എടുത്താൽ എല്ലാ പോസ്റ്റിനും എലിജിബിൾ ആണ്. ചില പോസ്റ്റിന് 60, 55, 64 ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ മാത്സ് റീസണിങ് ഈ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ടോപ്പിക്കാണുള്ളത്. ആ ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 55 അല്ലെങ്കിൽ 50 എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആയാലും നമ്മൾ കട്ട് ഓഫ് സിമ്പിളായി കടക്കാൻ പറ്റില്ലേ. 70-75 ആണ്, 70-80 ആ റേഞ്ചിലാണ് നിങ്ങൾ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് മാത്സ് റീസണിങ്ങിൽ 55 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കട്ട് ഓഫ് CBT 1 കടക്കാൻ പറ്റും. CBT 2 ആകുമ്പോൾ അവിടെ എന്താ ടെക്നിക്കൽ എക്സാം ഒക്കെയാണ്. പക്ഷേ ഈ ടെക്നിക്കൽ അറിയുന്ന പലർക്കും ഇപ്പോൾ എന്താ CBT 1 കടക്കാനാണ് പ്രയാസം. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ളവർ നോക്കേണ്ടത് മാത്സ് റീസണിങ്ങിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യാം. കാരണം മറ്റുള്ള ടോപ്പിക് ഏതാ, ബാക്കിയുള്ള ടോപ്പിക് ഏതാ, ജനറൽ സയൻസ്, അവയർനെസ്, ഈ ടോപ്പിക്കൊക്കെ നമ്മൾ മെയിൻസിനും ഉണ്ട്. എങ്കിലും പ്രിലിംസ് കടക്കാൻ നിങ്ങൾ ഇത് ഒരുപാട് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ രണ്ട് ഏരിയ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര 45 മാർക്കാണ്. പക്ഷേ ആ ഏരിയ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതിൻ്റെ സിലബസ് ലിമിറ്റഡ് ആണ്. ആ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കട്ട് ഓഫ് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് ആണ് നമ്മുടെ മാത്സ് റീസണിങ് പഠിച്ചാൽ. ക്ലിയർ? അപ്പോൾ രണ്ടിനും കൂടിയിട്ട് 55 മാർക്ക് ഉണ്ട്. ആ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി മാത്സിൻ്റെ സിലബസ് നോക്കിയാലോ. ഇതൊക്കെയാണ് മാത്സിൻ്റെ നമ്മുടെ നോട്ടിഫിക്കേഷനിലുള്ള സിലബസ് വരുന്നത്. സാധാരണ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഈ സിലബസ് ആണ് വരുന്നത്. അപ്പോൾ എന്താ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതിൽ തന്നെ ഇത് നമ്മൾ ഏതാണ്ട് ഒരു സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്പർ സിസ്റ്റം, നമ്പർ എന്താണ്, അതുപോലെ റിമൈൻഡർ, അങ്ങനെയുള്ള കുറേ യൂണിറ്റ് പ്ലേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്.
അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഫ്രാക്ഷൻസ്, ഡെസിമൽ, അതൊക്കെ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. LCM, HCF, സ്ക്വയർ റൂട്ട് വരുന്നുണ്ട്. റേഷ്യോ പ്രൊപ്പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കി റേഷ്യോ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ആവറേജ്, ഇതൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക് ഇപ്പോൾ റേഷ്യോ പ്രൊപ്പോർഷനും പെർസെൻറ്റേജും നമുക്ക് മറ്റൊരുപാട് ടോപ്പിക്കിൽ നമുക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ട് ആദ്യം പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കണം. പിന്നെ സിംപ്ലിഫിക്കേഷൻ, ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, മാത്സിൽ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. അതിൽ തന്നെ റേഷ്യോ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഷോർട്ട് കട്ടിലൂടെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫണ്ടമെന്റൽസ്. അപ്പോൾ ആദ്യം നിങ്ങളിപ്പോൾ മാത്സ് ഒന്നും പഠിക്കാൻ ആദ്യമായിട്ട് ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കയറി ഓൾജിബ്രയും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ആദ്യം നിങ്ങൾ ഫണ്ടമെന്റൽ പഠിക്കുക. അവിടെ ഫണ്ടമെന്റൽ സ്ട്രോങ് ആക്കിയാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കിയ ടൈം ആൻഡ് വർക്ക്, അപ്പോൾ ഇവിടേക്ക് എന്താ റേഷ്യോ ആണ് വരുന്നത്. ടൈം ആൻഡ് വർക്കിൽ റേഷ്യോ, പൈപ്പ് ആൻഡ് സിസ്റ്റങ്ങളിൽ. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നോക്കിയാൽ എന്താ പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, ഇത് മൂന്നിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെ വരുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ. അതുപോലെ എന്താ മിക്സഡ് അലിഗേഷൻ റേഷ്യോയിൽ വരും. പിന്നെ എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഏജിന്റെ കാൽക്കുലേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ, കോമ്പൗണ്ട്. അപ്പോൾ അവിടെയൊക്കെ പെർസെൻറ്റേജിന്റെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഫണ്ടമെന്റൽ പഠിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കാം. ക്ലിയർ? പിന്നെ അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കാനുണ്ട്. ഓൾജിബ്ര, ജോമെട്രി, എലിമെന്ററി സ്റ്റാറ്റി, പിന്നെന്താ മെൻസുറേഷൻ, ട്രിഗണോമെട്രി. അപ്പം ഇത്രയും കാര്യം, ഇത് കുറച്ച് എന്താ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞു വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. വളരെ വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. അപ്പം നിങ്ങൾ എന്താ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കാം. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ഈ 3 ലെവലിലാണ് നമുക്ക് ടോപ്പിക് ഉള്ളത്: ഫണ്ടമെന്റൽ, ആപ്ലിക്കേഷൻ, അഡ്വാൻസ്ഡ് ലെവൽ. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ചില ടോപ്പിക്കുകൾ തമ്മിൽ എന്താ റിലേറ്റഡ് ആയിരിക്കും. അതായത് നമുക്ക് നോക്കിയാൽ ഇപ്പോൾ എന്താ ഹൈറ്റ്, ട്രിഗണോമെട്രി. അപ്പോൾ ട്രിഗണോമെട്രി പഠിച്ചാൽ നമുക്ക് എന്താ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുപോലെ സ്പീഡ്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസും ബോട്ട് ആൻഡ് സ്ട്രീം ഒക്കെ നമുക്ക് ഏതാണ്ട് ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. ക്ലിയർ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. അതുപോലെ തന്നെ എന്താ ഇത് നിങ്ങൾ ആദ്യം പഠിക്കുക. ഞാൻ പറഞ്ഞില്ലേ എന്താ ആവറേജ്, പെർസെൻറ്റേജ്, പിന്നെന്താ റേഷ്യോ പ്രൊപ്പോർഷൻ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷനൊക്കെ വെച്ച് ഏജ് ചെയ്യാനുണ്ട്, മിക്സ്ചർ അലിഗേഷൻ ചെയ്യാനുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. പിന്നെ ഇത് മൂന്നും വെച്ചിട്ടാണ് നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ ടൈം ആൻഡ് വർക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റം, ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ ടൈം ആൻഡ് വർക്കിലും പൈപ്പ് ആൻഡ് സിസ്റ്റമിലും യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്താ സ്പീഡ്, ബോട്ട് ആൻഡ് സ്ട്രീമിലൊക്കെ സെയിം കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ടോപ്പിക്ക്. ഇനി നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ എക്സാംസിനൊക്കെ അതിൻ്റെ എന്താ ഓരോ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വീതമാണ് വരുന്നത്, അതിൻ്റെ വെയിറ്റേജ് നോക്കിയാൽ ഏതാണ്ട് നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ നോക്കിയാൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഒരു 3 മുതൽ 4 വരെ ക്വസ്റ്റ്യൻ വരാം. ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് നമ്പർ സിസ്റ്റം. പിന്നെ എന്താ ബോർഡ് മാസ്, അതായത് സിംപ്ലിഫിക്കേഷനിലെ നമുക്ക് 1 മുതൽ 2 വരെ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ മെൻസുറേഷനിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ടൈം ആൻഡ് സ്പീഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്ലിയർ? അതുപോലെ റേഷ്യോ പ്രൊപ്പോർഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റീസണിങ്. അപ്പോൾ മാത്സിൻ്റെ കാര്യം അത്രയാണ്. മാത്സിൻ്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി റീസണിങ് നോക്കിയാൽ എന്താ റീസണിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര മാർക്കാണുള്ളത്? 25 മാർക്കാണ് നമ്മുടെ റീസണിങ്ങിനുള്ളത്. ക്ലിയർ? റീസണിങ്ങിൻ്റെ സിലബസ് ഇതാണ്. എന്താ അനലോഗീസ്, ആൽഫബറ്റിക് ആൻഡ് നമ്പർ സീരീസ്, കോഡിങ്, ഡീകോഡിങ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് വരാറ്. ക്ലിയർ? അപ്പോൾ 25 മാർക്കാണ് ഈ ഏരിയയിൽ നിന്ന് നമുക്കുള്ളത്. ക്ലിയർ? 25 മാർക്കാണ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീസണിങ്ങിൽ തന്നെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്താ റീസണിങ്ങിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റത്തെ വെർബൽ റീസണിങ്ങും സെക്കൻഡ് നോൺ വെർബൽ റീസണിങ്ങും. അപ്പോൾ റീസണിങ് തന്നെ 2 തരത്തിലുണ്ട്, വെർബലും നോൺ വെർബലും. നമുക്ക് സാധാരണ എക്സാമിന് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങൾ നോക്കിയാൽ നോൺ വെർബൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, വെർബലാണ് കൂടുതൽ വരാറ്. എന്ന് വെച്ച് നിങ്ങൾ നോൺ വെർബൽ പഠിക്കാണ്ടിരിക്കരുത്, നോൺ വെർബലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വെർബൽ റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബൽ റീസണിങ് എന്ന് പറഞ്ഞാൽ സോൾവിങ് പ്രോബ്ലംസ് യൂസിങ് വേർഡ് ആൻഡ് ലാംഗ്വേജ്. അതായത് എന്താ നമ്മൾ സാധാരണ ചെയ്യുന്ന ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത്, അതായത് സാധാരണ നമ്മൾ കാണുന്ന
ഇക്വേഷൻ ആണ്, സോറി എന്താ ക്വസ്റ്റ്യൻസ് ആണ് വെർബൽ റീസണിങ്, വേർഡ്സ്, ലാംഗ്വേജ്, ഓക്കെ, അതൊക്കെ യൂസ് ചെയ്ത് ഇപ്പൊ എന്താ നമ്പർ സീരീസ്, അതൊക്കെ എന്താ നമ്പർ സീരീസ്, ഇതൊക്കെ എന്താണ് വെർബൽ റീസണിങ്. നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ടൈപ്പാണ് വെർബൽ റീസണിങ്ങിന് വരുന്നത്. ഇനി നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമ്മൾ ഇമേജസ് ഒക്കെ വിഷ്വൽ പാറ്റേൺസ്, ഷേപ്പ്, ഇപ്പൊ മിറർ ഇമേജ് ഉണ്ട്, അതുപോലെ എന്താ എംബിഡഡ് ഫിഗർ നമ്മൾ ഫൈൻഡ് ചെയ്യാനുള്ളതുണ്ട്, അതുപോലെ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ക്യൂബ്സ് ആൻഡ് ഐസ് ഉണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്നത് എവിടെയാണ്, നോൺ വെർബൽ ആണ്. അപ്പൊ അവിടെ എന്താണ്, അവിടെ നമ്മൾ മൈൻഡിൽ ചെയ്യേണ്ടതാണ്. അവിടെ നമ്മൾ പേനയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൽ നമ്മൾ പേന യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഇതിൽ ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഫുള്ള് മൈൻഡിലാണ്, ഫിഗേഴ്സ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ മൈൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ എന്താ നോൺ വെർബൽ റീസണിങ്ങിൽ വരുന്നത്. ക്ലിയർ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് ഈ രണ്ടിലും വരുന്നത് നോക്കിയേ വെർബൽ റീസണിങ്ങിന് ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അനലോജീസ്, പിന്നെന്താ സീരീസ് കംപ്ലീഷൻ, ക്ലാസിഫിക്കേഷൻ, ബ്ലഡ് റിലേഷൻ, ഇവിടെയൊക്കെ എന്താ നമ്മൾ വേർഡ്സ് ആണ് ഉള്ളത്. അപ്പം ഈ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ, ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യനും ഈ ഏരിയയിൽ നിന്നാണ് നമുക്കിപ്പോൾ വരാറ്. ക്ലിയർ? ഈ ഏരിയയിലാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് നോൺ വെർബലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ്, പക്ഷെ എന്നാലും നിങ്ങൾ എല്ലാത്തിൻ്റെയും കോൺസെപ്റ്റ് പഠിക്കുക. ഇപ്പം മിറർ ഇമേജ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക, വാട്ടർ ഇമേജ് എന്താണ്, ക്യൂബ്സ് ആൻഡ് ഐസ് നിങ്ങൾ സാധാരണ രീതിയിൽ പഠിച്ചിട്ട് എന്താ ഒരുപാട് ടൈം പോകും. അപ്പോൾ അതിനുള്ള ട്രിക്സ് ഒക്കെ മനസ്സിലാക്കി വെക്കാം. ഇതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നോൺ വെർബൽ. അപ്പോൾ ഇവിടെ ഷേപ്സ്, ഫിഗേഴ്സ് ഇതൊക്കെയാണ് ഉള്ളത്. ഇവിടെ വെർബലാണ്. അപ്പോൾ വെർബലിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരാറ്. ക്ലിയർ? അപ്പോൾ ഇത് നോക്കിയാൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഡയറക്ഷൻ, അനലോജീസ്. അപ്പോൾ ഇവിടുന്ന് ഇതാ ഈ ഏരിയ ക്ലാസിഫിക്കേഷൻ അനലോജീസിന് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 6 to 7 ക്വസ്റ്റ്യൻസ് ഈ ഏരിയ എന്നാണ് വരാറ്. പിന്നെ ബ്ലഡ് റിലേഷൻ, കോഡിങ്, ഡീകോഡിങ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, പിന്നെ സീരീസ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഏരിയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അനലോജിസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ കോഡിങ്, ഡീകോഡിങ് ചോദിക്കാം. കോഡിങ്, ഡീകോഡിങ്ങിനും ഒരുപാട് പല തരത്തിലുള്ള കോഡിങ്, ഡീകോഡിങ് ഉണ്ട്. ഇപ്പോൾ പുതിയൊരു പാറ്റേൺ വന്നിട്ടുണ്ട്, അത് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. എന്താ അതുപോലത്തെ കോഡിങ്, അതായത് ഒരു ടേബിൾ തരും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാവും. വലിയൊരു ടേബിൾ തരും, ആദ്യം കുറേ എക്സ്പ്ലനേഷൻ തരും, എന്നിട്ടൊരു ഇവിടെ കുറേ കോഡൊക്കെ തരും. എന്നിട്ട് എന്ത് ചെയ്യും, അതായത് ഈ ടേബിളിൽ കുറേ കോഡ് തരും. എന്നിട്ട് ഇവിടെ ഒരു 3 സ്റ്റേറ്റ്മെന്റ് തരും, 1 2 3 എന്നൊക്കെ പറഞ്ഞ് 3 സ്റ്റേറ്റ്മെന്റ് തരും. എന്നിട്ട് നിങ്ങൾക്കൊരു ഡാറ്റ തരും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്താ വലിയൊരു ഡാറ്റയാണുള്ളത്. പക്ഷെ ഒന്നുമില്ല, സിമ്പിളാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഇപ്പോൾ ഇവ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഫസ്റ്റത്തത് ഈവൻ നമ്പർ ആണെങ്കിൽ ഈ കോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കോഡ് യൂസ് ചെയ്യാം. നമ്മൾ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഇവിടെ കുറേ കോഡ് തരും. ഓരോ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ 2ന്റെ അറ്റാണ്, 3ന്റെ ആൻഡ് എന്താ 8 ആണെന്ന്, സോറി ആൻഡ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഇങ്ങനെയല്ലേ, ഡോളർ ആണല്ലേ, എങ്ങനെയെങ്കിലും. പിന്നെ 4ന്റെ ആണെങ്കിൽ റുപ്പി, ഇതൊക്കെയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് തരും. ഇവിടെ എന്താ 2 4 8 ഇങ്ങനെയൊക്കെ തരും. എന്നിട്ട് ഇവിടെ സ്റ്റേറ്റ്മെന്റ് തരും. സ്റ്റേറ്റ്മെന്റ് തരുന്ന എന്തായിരിക്കും, അതായത് ആദ്യത്തെ നമ്പർ ഈവൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈവൻ ആണെങ്കിൽ ബി എന്നിടുക, ഈവൻ ആണെങ്കിൽ അതിന്റെ കോഡ് ബി എന്നിടുക. സോ ഈവൻ നമ്പർ ആണ്, അപ്പോൾ ബി ഇടണം. പിന്നെ രണ്ടാമത്തത് ഒരു എന്താ ഓഡ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ നമ്പർ ഇടാം. ഓഡ് നമ്പർ ആണെങ്കിൽ സി എന്നിടാം. പക്ഷെ ഓഡ് നമ്പർ അല്ല, അപ്പോൾ ഇതിന്റെ ഒറിജിനൽ കോഡ് തന്നെ ഇടാം. സോ അങ്ങനെയുള്ള പാറ്റേൺ ആണ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് കുറേ എക്സാമിനൊക്കെ ചോദിച്ചു കാണുന്നത്. ഒരു എക്സാമിന് തന്നെ 2-3 ക്വസ്റ്റ്യൻ ഈ തരത്തിലുള്ള വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും, വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ അത് കണ്ടു പേടിക്കരുത്, വളരെ സിമ്പിളാണ് റീസണിങ്. ക്ലിയർ? അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അനലോഗീസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സീരീസ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്. കോഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അനലോഗീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പലർക്കും കൺഫ്യൂഷനുള്ള ഏരിയ ആണ്. കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കാരണം എന്താ, നമ്മളോട് ചോദിക്കാം ഇതിൽ ഏതൊക്കെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കറക്റ്റ് ആൻസർ കിട്ടുന്നത്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയിരിക്കും അത് ചെയ്യാൻ. പിന്നെ സിലോജിസം ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പക്ഷെ അവിടെ ലെങ്തിയാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എന്നാലും മാത്രമേ ചെയ്യാൻ പറ്റൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കിയാൽ ഹാർഡ് ടോപ്പിക് ഏതാണെന്ന് നോക്കിയാൽ, റീസണിങ്ങിൽ ഹാർഡ് ടോപ്പിക് നോക്കിയാൽ ഒന്ന് സീരീസ് ആണ്. കാരണം ആ സീരീസിലെ പാറ്റേൺ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അതായത് ചിലപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള പാറ്റേൺ പോലും എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് സീരീസ് ഉണ്ട്, നമ്മളെ എക്സാമിലൊക്കെ ഒരുപാട് സീരീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ?
അതുപോലെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷനിൽ വരുന്നത്, അതായത് 2 സ്റ്റേറ്റ്മെന്റ് തരാം, ഇതിൽ ഏതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു കൺക്ലൂഷൻ തരാം. ക്ലിയർ? അപ്പം ഇതിൽ ഏതൊക്കെ കൺക്ലൂഷനാണ് കറക്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം ടൈമിൽ എഴുതിക്കൊള്ളാൻ പറ്റണമെന്നില്ല. സോ അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അവിടെയും പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ പസിൽ നമ്മൾ ടൈം ഒരുപാട് ചിലപ്പോൾ കളയാം. അതായത് ഒരു പസിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനാണ് കിട്ടുന്നത്, പക്ഷേ എന്താ ചിലപ്പോൾ ഒരുപാട് പസിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പസിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് എന്താ പെട്ടെന്ന് ചെയ്യാൻ പഠിക്കണം. പസിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ ഹാർഡ് ടോപ്പിക് എന്ന് കൊടുത്തത് എന്തുകൊണ്ടാണ്? ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഹാർഡ് ടോപ്പിക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതൊന്നും ഹാർഡല്ല, ശരിക്കും സിമ്പിളാണ്, കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിനെ സിമ്പിളാക്കി മാറ്റുക. ഇനി നമ്മൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്. എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിലിറ്റി, അതായത് ഇതിൻ്റെ പ്രഡിക്റ്റബിലിറ്റി ആണ് റീസണിങ്ങും മാത്സും. കാരണം ഞാനിപ്പോൾ കാണിച്ചില്ലേ കുറച്ച് ടോപ്പിക്ക്, ആ ടോപ്പിക്കിൽ നിന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ വരിക. നമ്മൾ ഇപ്പോൾ പോളിറ്റി, ഹിസ്റ്ററി ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് തന്നു, ഇപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന ടോപ്പിക്ക് തന്നാലും അതിൻ്റെ അടിയിൽ കുറേ സംഭവങ്ങളുണ്ട്, ആർട്ടിക്കിൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ ജോഗ്രഫിയിൽ നിന്ന് തന്നാൽ എന്താ വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ഒരു ടോപ്പിക്ക് തന്നു, അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ കുറേ പഠിക്കാനുണ്ട്. പക്ഷേ ഇതിലാണെങ്കിലോ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഒരു ഐറ്റത്തിൽ ഇപ്പോൾ എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ്, അപ്പോൾ ആ സിമ്പിൾ ഇൻട്രസ്റ്റിന് തന്നെ ഒരു 2-3 ടൈപ്പ് ആയിരിക്കും, ഒരു 3-4 ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഉള്ളത്. ആ 3-4 ടൈപ്പുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ആ ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതെ, പിന്നെ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രഡിക്റ്റബിലിറ്റി ആണ്. എന്തായാലും ഷുവറായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആ ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ പ്രഡിക്റ്റബിലിറ്റി കൂടുതലാണ്. പിന്നെ ഹൈ സ്കോറിങ് പൊട്ടൻഷ്യലാണ്. കാരണം നിങ്ങൾക്കറിയാം ഇതിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് ശരിയായിരിക്കും, അതായത് നിങ്ങൾ കറക്റ്റായി ചെയ്താൽ അത് ശരിയായിരിക്കും. തെറ്റാനുള്ള ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. എന്നാലും തെറ്റാം, പക്ഷേ ചാൻസ് കുറവാണ്. പക്ഷേ നേരെ മറിച്ച് മറ്റുള്ള സബ്ജക്റ്റോ ജനറൽ അവയർനെസ് ആണെങ്കിലോ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം, ഇതാണോ എ ആണോ ബി ആണോ. അപ്പോൾ അവിടെ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്, നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ മാക്സിമം റീസണിങ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ ആൻസർ കറക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ആൻസർ കിട്ടിയാൽ അത് കറക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഷോർട്ട് സിലബസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കാണിച്ച അത്രേ മാത്രമേ സിലബസിലുള്ളൂ. ഇവിടെ എന്താണോ പറഞ്ഞത്, പിന്നെ അതായത് ഒരു ഹെഡ് തന്നാൽ അതിൻ്റെ അടിയിൽ ഒരു 3-4 ടൈപ്പ്, ആ ടൈപ്പ് മാത്രമേ എക്സാമിനുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഇത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം ഏതാ പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് വീഡിയോ ഉണ്ടാവില്ലേ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കാം. നിങ്ങളിപ്പോൾ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്. നോൺ ടെക്നിക്കൽ അതായത് മാത്സ് റീസണിങ് നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാമിന് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ക്ലാസ് കാണും. ഓരോ ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ നോട്ട് ഉണ്ടാക്കി വെക്കുക. ക്ലാസ് കാണാം, അതായത് നോട്ട് ഉണ്ടാകും. നിങ്ങൾ വെറുതെ വീഡിയോ ക്ലാസ് മാത്രം കണ്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഓരോ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്പർ സിസ്റ്റം പറയുന്നു, അവിടുന്ന് എന്താ റിമൈൻഡർ തിയറം പറയുന്നു. അപ്പോൾ എന്താ റിമൈൻഡർ തിയറം എന്താണ്, അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. അതായത് ചെറിയ നോട്ട്സ് ആക്കി നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ നമുക്ക് എന്താ പെട്ടെന്ന് നമ്മൾ റിവൈസ് ചെയ്യണം. അതായത് പഠിച്ച് വിട്ടിട്ട് കാര്യമില്ല, നമ്മളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ? അപ്പോൾ ആദ്യം നിങ്ങൾ ക്ലാസ് കാണാം, നോട്ട് ഉണ്ടാക്കുക, പിന്നെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളൊരു യൂണിറ്റ് ഡിജിറ്റ് ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുള്ള ടെസ്റ്റ് നമ്മളിപ്പോൾ ആപ്പിൽ നോക്കിയാൽ അതിനുള്ള ടെസ്റ്റ് ഉണ്ടാവും. ക്ലിയർ? എവിടെയായാലും നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുക, ഇപ്പോൾ ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ചെയ്യുക. ക്ലിയർ? ടോപ്പിക്ക് ആദ്യം നിങ്ങൾ ക്ലാസ് വീഡിയോ കാണുക, എന്നിട്ട് നോട്ട് ഉണ്ടാക്കുക. അതിനുശേഷം നോട്ട് ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഈ 3 ലെവൽ ക്ലാസ് കാണുന്നു, പിന്നെ നോട്ട് മേക്ക് ചെയ്യുന്നു, ടോപ്പിക് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ആ ചെയ്തതൊക്കെ റിവൈസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇമ്പോർട്ടൻ്റ് പോയിന്റ് നിങ്ങൾ എഴുതി വെച്ച് ഒരു നോട്ട് ഉണ്ടാക്കണം. മസ്റ്റാണ്, നോട്ട് മേക്കിംഗ് മസ്റ്റാണ്. നമ്മൾ ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ അറിയാം, അവർ നോട്ട് മേക്ക് ചെയ്തിട്ട് അത് റിവൈസ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ നമ്മൾ നോട്ട് മേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഫേസ് 1. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റായി ചെയ്താൽ നിങ്ങൾ ഈ ടോപ്പിക്ക് നിങ്ങൾ കറക്റ്റായി പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ എന്താ, ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ എക്സാം എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെക്കൻഡ് ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത് സ്പീഡും ആക്യുറസിയും കൂട്ടണം. സ്പീഡ് കൂട്ടിയാൽ മാത്രം പോരാ, നമുക്ക് വേണമെങ്കിൽ 100 ക്വസ്റ്റ്യൻ പടപടപടയെന്ന് ചെയ്യാം. പക്ഷേ അവിടെ എന്താ നെഗറ്റീവ് അടിക്കില്ലേ. അപ്പോൾ സ്പീഡ് കൂട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആക്യുറസിയും കൂട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ടൈം ബേസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാം. അതായത് നമ്മുടെ ആപ്പിൽ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ടൈം ബേസിൽ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ടൈം കൊണ്ട് എനിക്ക്
ഈ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ നോക്കുക എത്ര എണ്ണം തെറ്റുന്നുണ്ട്, ഇത്ര ടൈമിൽ എനിക്ക് ഇത് ഇത്രയും സ്പീഡിൽ ചെയ്താൽ എത്ര എണ്ണം തെറ്റും, എത്ര എണ്ണം കറക്റ്റ് ആവും, അതൊക്കെ നോക്കുക. ക്ലിയർ? സെക്ഷൻ വൈസ് ടെസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ടോപ്പിക് പഠിച്ചു, അതിൻ്റെ സെക്ഷൻ വൈസ് ഇപ്പോൾ 2-3 ടോപ്പിക്ക് കൂടിയ ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ മിനി ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്പീഡും ആക്യുറസിയും കൂട്ടുക. സ്പീഡ് കൂട്ടാൻ മാത്രം പോരാ, ആക്യുറസിയും കൂട്ടണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ആക്യുറേറ്റ് ആയിരിക്കണം. കാരണം നെഗറ്റീവ് അടിച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും. ക്ലിയർ? അപ്പോൾ സ്പീഡും ആക്യുറസിയും കൂട്ടുന്നതാണ് നമ്മുടെ 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് നമ്മൾ എന്താ, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്. നമ്മുടെ എക്സാം എങ്ങനെയാണോ അങ്ങനെയുള്ള ടെസ്റ്റ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ 90 1.5 മണിക്കൂറുള്ള 100 ക്വസ്റ്റ്യൻ്റെ ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ക്ലിയർ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ എക്സാമിന് പോകരുത്, റിയൽ എക്സാമിന് പോകരുത്, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏത് ഏരിയ ആണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ആ ടെസ്റ്റ് എഴുതിയാൽ മാത്രം പോരാ, അത് എക്സാം കഴിഞ്ഞതിന് ശേഷം ആ ടെസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ വീക്ക് ഏരിയ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് കൂടുതൽ സമയം എടുത്തത്. ചിലപ്പോൾ റീസണിങ്ങിൽ നിങ്ങൾക്ക് കുറേ സമയം എടുത്തിട്ടുണ്ടാവാം, ചില ടോപ്പിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ പസിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വീക്ക് ഏരിയ ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് ആ വീക്ക് ഏരിയയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ വീക്ക് ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യണം, എന്നിട്ട് വീണ്ടും ടെസ്റ്റ് എഴുതുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരുപാട് ടെസ്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ഒരുപാട് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ആ മോക്ക് ടെസ്റ്റൊക്കെ നിങ്ങൾ ചെയ്യുക, എന്നിട്ട് വീക്ക് ഏരിയ കണ്ടുപിടിക്കുക, വീണ്ടും ടെസ്റ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ 3 ഫേസ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആദ്യം നമ്മൾ ക്ലാസ് കാണുക, നോട്ട് ഉണ്ടാക്കുക, ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ലെവൽ കൂടി, സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, ലെവൽ കൂടി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, ആക്യുറസി ഇൻക്രീസ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞാലും നമ്മൾ സ്പീഡും കാര്യങ്ങളൊക്കെ ആയി, നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു, പിന്നെ നമ്മൾ എന്താ, മോക്ക് ടെസ്റ്റ് ചെയ്യണം. റിയൽ എക്സാമിന് എങ്ങനെയാണോ അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് നമ്മൾ നമ്മളെ വീക്ക് ഏരിയ ഏതാണ് അതും കൂടെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എന്താ, കംപ്ലീറ്റ് ആയി നമ്മൾ എക്സാമിന് വേണ്ടി കംപ്ലീറ്റ് ആയി പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഈ 3 സ്റ്റേജിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയി പ്രിപ്പയർ ആയി കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ടെസ്റ്റ് നോക്കിയാൽ, RRB JEE ടെസ്റ്റ് നോക്കിയാൽ ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്. അപ്പം ഈ ടെസ്റ്റ് ഒക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്. ആദ്യം നിങ്ങൾ പഠിക്കുന്ന ബേസിക് കാര്യങ്ങൾ എന്താണ്, ടോപ്പിക് ടെസ്റ്റ്. അതായത് നമ്മൾ ഫേസ് 1 എന്താണ്, ഫേസ് 1 നമ്മൾ ടോപ്പിക് ഒക്കെ പഠിക്കുന്നുണ്ട്. എന്താ, ടോപ്പിക് ടെസ്റ്റ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്, ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്. പിന്നെ സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് ഉണ്ട്. സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് എന്താ, ഒരു സബ്ജക്ട്, ഇപ്പം മാത്സ് തന്നെ കുറച്ച് ടോപ്പിക്കായിട്ട്, ഇപ്പം നമ്പർ സിസ്റ്റത്തിലെ കുറച്ച് ടോപ്പിക്ക് അത്ര മാത്രമുള്ള ടെസ്റ്റ്. അപ്പം അങ്ങനെയുള്ള പാർട്ട് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ആ സബ്ജക്ട് ഫുൾ ടെസ്റ്റ് ഉണ്ട്. ഇപ്പം മാത്സ് ആണെങ്കിൽ മാത്സിൻ്റെ ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. ക്ലിയർ? അതുപോലെ മൾട്ടിപ്പിൾ സബ്ജക്ട് പാർട്ട് ടെസ്റ്റ്. ഇപ്പോൾ മാത്സ്, റീസണിങ്, ചിലപ്പോൾ പൊളിറ്റി, ഈ 3 സബ്ജക്റ്റ് കൂടി മാത്രമാണ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യനുള്ള ടെസ്റ്റ് ഉണ്ടാവും, അതുണ്ടാവും. പിന്നെ മൾട്ടിപ്പിൾ സബ്ജക്ട് ഫുൾ ടെസ്റ്റ്, ചിലപ്പോൾ മാത്സും പൊളിറ്റി, ഹിസ്റ്ററി, ഈ 3 ടോപ്പിക്കും കൂടിയിട്ടുള്ള ഒരു ഫുൾ ടെസ്റ്റ്, ആ ടെസ്റ്റും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഫേസ് 3 ആണിത്. എന്താ, മോക്ക് ടെസ്റ്റ്. ഇത് മസ്റ്റാണ് മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ, കംപ്ലീറ്റ് എക്സാം എങ്ങനെയാണ് അങ്ങനെയാണ് ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഒന്നും പാടില്ല. 1.5 മണിക്കൂർ, അതായത് 90 മിനിറ്റ് കൊണ്ട് നിങ്ങളത് ചെയ്യാൻ നോക്കണം. പകുതിക്ക് ഇന്ന് നിർത്തിയിട്ട് പോകരുത്. എന്നിട്ട് നിങ്ങൾ വീക്ക് ഏരിയ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ എന്താ, വീക്ക് ഏരിയ മനസ്സിലാക്കി അതിന് വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കോഴ്സ് എടുത്തവർക്കറിയാം എന്താ, പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി. അതായത് ഇപ്പോൾ മാത്സ്, റീസണിങ് ആണെങ്കിൽ നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്നു. ക്ലിയർ? ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മളിവിടെ പറഞ്ഞില്ലേ, പ്രാക്ടീസ് ചെയ്യുന്ന ഫേസ് 1 നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുന്നു, ടോപ്പിക് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യമാണ് PWF, പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്, ഇപ്പോൾ ഇതെന്താ, ഡിവിസിബിലിറ്റി എന്ന ടോപ്പിക്കാണ്. ഡിവിസിബിലിറ്റി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വർക്ക് ബുക്ക് തന്നിട്ടുണ്ടാവും. ഇവിടെ നോക്കി, ഇത് വർക്ക് ബുക്കാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ വർക്ക് ബുക്കാണ്. അപ്പോൾ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പിക്കിൻ്റെ വർക്ക് ബുക്കാണ്. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ മെത്തേഡിൽ, നിങ്ങൾ ബേസിക് കാര്യങ്ങൾ ക്ലാസ് ഒക്കെ കണ്ടില്ലേ, ആ ക്ലാസ് കണ്ടതിൻ്റെ ബേസിക് ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അതിനുശേഷം ഫാക്കൽറ്റി ഇത് സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഫാക്കൽറ്റി സോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, ഫാക്കൽറ്റി ഏത് തരത്തിലാണ് സോൾവ് ചെയ്യുന്നത്, ഏതാണ് അതിൻ്റെ മെത്തേഡ്, അവർ ഷോർട്ട് കട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. ക്ലിയർ? അപ്പോൾ എന്താ, നിങ്ങൾ നിങ്ങളുടെ മെത്തേഡിൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷോർട്ട് കട്ട് ഫാക്കൽറ്റിൻ്റെ കൂടെ ഇരുന്ന് ചെയ്തു.
ഇത് നമ്മളെന്താ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി. അപ്പോൾ ഇത് മാത്സിനും ഉണ്ടാവും റീസണിങ്ങിനും ഉണ്ടാവും. ക്ലിയർ? ഈ കാര്യം കൂടി നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ phase 1 യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാത്സും റീസണിങ്ങും പഠിക്കേണ്ടത്. മാത്സും റീസണിങ്ങും കൂടി എത്ര മാർക്കാണ്? 55 ആണ് ഔട്ട് ഓഫ് 100. നമ്മളെ കട്ട് ഓഫ് എത്രയാണ് വരുന്നത്? 70 to 80. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? അപ്പോൾ വ്യക്തമായി പഠിക്കുക. കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യമായി പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.